ബാലൻസ് മെത്തേഡ് എടുക്കുന്നത്. നോക്കൂ, റെഡ്യൂസിങ് അല്ലെങ്കിൽ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഓരോ വർഷവും ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ പെട്ടെന്ന് പറഞ്ഞുതരാം. ഇതുമെല്ലാം നമ്മൾ +1 പഠിച്ചതാണ്. സോ ജസ്റ്റ് കേട്ടോടോ. ഇപ്പോൾ 2012 നമ്മൾ 10,000 രൂപ കൊടുത്ത് ഒരു മെഷീനറി വാങ്ങി. എക്സാമ്പിളാണേ, 2012 10,000 രൂപ കൊടുത്ത് നമ്മളൊരു മെഷീനറി വാങ്ങി. 10% ഡിപ്രീസിയേഷൻ എന്ന് വിചാരിക്കുക. നമ്മൾ ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ 10%. സോ 2012 10,000 രൂപ കൊടുത്തൊരു മെഷീനറി വാങ്ങിക്കഴിഞ്ഞാൽ ആ വർഷത്തെ ഡിപ്രീസിയേഷൻ 10,000ൻ്റെ 10% 1000 രൂപ. ഇതാ, അപ്പോൾ 2012 1000 രൂപയാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തത്. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് 2013 ആകുമ്പോൾ അസറ്റിൻ്റെ വില 9,000 ആയിട്ട് കുറയും. നമ്മൾ ഡിപ്രീസിയേഷൻ കുറച്ചാണല്ലോ ഓരോ തവണയും ബാലൻസ് ക്യാരി ഡൗണും ബ്രോ ഡൗണും ചെയ്യുന്നത്. അപ്പോൾ അസറ്റിൻ്റെ വില ഒരു വർഷം കഴിയുമ്പോൾ 9,000 ആയിട്ട് കുറയും. ഇവിടെ ഈ മെത്തേഡിൻ്റെ പ്രത്യേകത, നമുക്ക് ഈ 9,000 ആയിട്ട് കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഇനി ഡിപ്രീസിയേഷൻ ഈ 9,000ൻ്റെ 10%മേ കാണത്തുള്ളൂ. അതായത് ഓരോ വർഷവും ഡിപ്രീസിയേഷൻ കുറച്ചതിന് ശേഷം കിട്ടുന്ന വാല്യൂവിൻ്റെ 10% പിന്നെ കാണുന്നത്. സോ 2013 ഡിപ്രീസിയേഷൻ 900 രൂപയെ വരൂ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഡിമിനിഷിങ് എന്താണെന്ന്? നമ്മൾ മെഷീനറി വാങ്ങിയത് 2012 എത്ര രൂപയ്ക്ക്? 10,000 രൂപയ്ക്ക്. ഡിപ്രീസിയേഷൻ എത്ര ശതമാനമാണ്? 10%. സോ 2012 ഡിപ്രീസിയേഷൻ 10,000ൻ്റെ 10% 1000 രൂപ. ഈ 1000 രൂപ കുറച്ച് 2013 നമ്മുടെ മെഷീനറിയുടെ ബുക്ക് വാല്യൂ 9,000 ആണ്. സോ ഇനി ആ 9,000ൻ്റെ 10% കണ്ടാൽ മതി. സോ 2013 ഡിപ്രീസിയേഷൻ 900 രൂപ. വീണ്ടും 900 കുറയും. 9,000ൽ നിന്ന് 900 കുറഞ്ഞ് ഇപ്പോൾ അസറ്റിൻ്റെ വില എത്രയാണ്? 8,100. സോ 2014 ഡിപ്രീസിയേഷൻ 8,100ൻ്റെ 10% കണ്ടാൽ മതി. ഇങ്ങനെ ഓരോ വർഷവും അസറ്റിൻ്റെ വില കുറഞ്ഞു പോകുന്നതനുസരിച്ച് ആ കുറയുന്ന വിലയുടെ ഡിപ്രീസിയേഷൻ കാണുന്നതിനെയാണ് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. അസറ്റിൻ്റെ വില റെഡ്യൂസ് ചെയ്ത് പോകുന്നതനുസരിച്ച് ആ വാല്യൂ വെച്ചിട്ടാണ് ഡിപ്രീസിയേഷൻ കാണുന്നത്. അല്ലാതെ എപ്പോഴും ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് സെയിം ആയിരിക്കത്തില്ല. അത് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻ്റ് ആയിരുന്നെങ്കിൽ 1000 1000 1000 1000 1000 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഡിമിനിഷിങ് ആവുമ്പോൾ ഓരോ വർഷവും ഡിപ്രീസിയേഷൻ കുറച്ചതിന് ശേഷമുള്ള എമൗണ്ടിൻ്റെ പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിച്ച് പോകുന്നത്. ഇതിനെയാണ് നമ്മൾ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റും ഡിമിനിഷിങ്ങും രണ്ടും +1 ലെവലാണ്. +1 തൊട്ടേ പഠിക്കുന്നതാണ്. ഓക്കെ, ഇതാ ഒരു പ്രോബ്ലം കൂടെ നോക്കിക്കോ. പ്രോബ്ലത്തിൽ പറയുന്നത് നമ്മളൊരു 2012 ഏപ്രിൽ 1-ാം തീയതി 60,000 രൂപ കൊടുത്തൊരു മെഷീനറി വാങ്ങിയെന്നും 10,000 രൂപ ഇറക്ഷൻ ചാർജ് ആയി എന്നും പറയുന്നുണ്ട്. നോക്കൂ, ഇൻസ്റ്റലേഷൻ ചാർജ്, ഇറക്ഷൻ ചാർജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അസറ്റിൻ്റെ വിലയുടെ കൂടെ കൂട്ടണം. സോ മെഷീനറിയുടെ വില 70,000 ആണ്. അത് ഓർത്തോണം. നമ്മൾ 60,000 രൂപയ്ക്ക് മെഷീനറി വാങ്ങിയിട്ട് 10,000 രൂപ ഇറക്ഷൻ ചാർജ് ആയി എന്ന് പറഞ്ഞാൽ അത് ആഡ് ചെയ്യണം. അപ്പോൾ മെഷീനറിയുടെ വില 70,000 ആണ്. 20% ഡിപ്രീസിയേഷൻ. 20% ഡിപ്രീസിയേഷൻ. 2 വർഷത്തേക്ക് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സിമ്പിൾ 1/4/12 70,000 രൂപയ്ക്ക് മെഷീനറി വാങ്ങുന്നു. 31/3/2013 അതിൻ്റെ 20%. ആദ്യത്തെ വർഷം 70,000 രൂപയ്ക്ക് 20% 14,000. അപ്പോൾ 14,000 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 56,000 ബ്രോ ഡൗൺ ചെയ്യും. ഇനി ഈ 56,000ൻ്റെ 20% മതി. 56,000ൻ്റെ 20% മതി. വീണ്ടും ബ്രോ ഡൗൺ ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത വർഷമാണെങ്കിൽ 44,800ൻ്റെ 20%. ഇതിങ്ങനെ കുറഞ്ഞു പോകും. അപ്പോൾ അസറ്റിൻ്റെ വില കുറഞ്ഞു പോകുന്നതനുസരിച്ച് ഡിപ്രീസിയേഷനും താഴ്ന്നു തന്നെ പോകും. ഇതാണ് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ.